അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എത്തിപ്പെടണമെന്ന് അതിയായി ആഗ്രഹിക്കപ്പെടുന്ന പുണ്യഭൂമിയാണ് പരിശുദ്ധ മക്ക. ആ വിശുദ്ധ മക്കയുടെ മഹത്വങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം. പ്രപഞ്ചോൽപത്തി മുതൽ മനുഷ്യവംശത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനമായി സൃഷ്ടാവായ അള്ളാഹു നിർണയിച്ച കേന്ദ്രമാണ് വിശുദ്ധ മക്ക ഷെരീഫ്. ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും സാമൂഹികമായും മക്കയുടെ സവിശേഷത സർവ്വസമ്മത യാഥാർത്ഥ്യമാണ്. സത്യവിശ്വാസികൾ ദിനേന പലതവണ മുന്നിടുന്ന കഅബ ഷരീഫ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം, മക്കയിലാണ്. അതുപോലെ ലോകത്തിന് അനുഗ്രഹമായി സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദയം ചെയ്തതും വളർന്നു വലുതായതും നിയോഗം ലഭിച്ചതും മക്കയുടെ വിരിമാറിലാണ്. തുടങ്ങി എണ്ണമറ്റ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ മാതാവ്. ഭൂപ്രദേശങ്ങളിൽ ഒന്നാം പദവിയാണ് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാരകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീമ വമൻ ദഖലഹു കാന ആമിനാ. മനുഷ്യർക്കായി സ്ഥാപിക്കപ്പെട്ട പ്രഥമ ഭവനം അനുഗ്രഹീതവും ലോകത്തിനാകെ മാർഗദർശവുമായ നിലയിൽ മക്കയിൽ സ്ഥാപിക്കപ്പെട്ട ഭവനവുമാകുന്നു. അവിടെ പ്രത്യക്ഷങ്ങളായ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അതിൽപ്പെട്ടതാണ് മഖാമു ഇബ്രാഹീം. അവിടെ പ്രവേശിക്കുന്നവൻ നിർഭയനായിരിക്കുന്നു. ആലു ഇമ്രാനിലെ 96-97 ആയത്തുകളിൽ നമുക്കിത് കാണാം. ഭൂമിയിൽ കഅബ ഷരീഫിൻ്റെ സ്ഥാനത്തെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത്. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആഗമനത്തിനു മുമ്പ് തന്നെ മലക്കുകളാൽ മക്കയിൽ കഅബ എന്ന പുണ്യഭവനം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആകാശലോകത്തുള്ള എണ്ണമറ്റ മലക്കുകൾ സദാ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈത്തുൽ മഅ്മൂറിൻ്റെ രേഖയിലാണ് കഅബ ഷരീഫ് സ്ഥിതി ചെയ്യുന്നത്. കഅബ ഷരീഫിൻ്റെ ഉപരിതലം ആകാശലോകം മുഴുക്കെ പരിപാവനമാണ്. മുഴുവൻ നബിശ്രേഷ്ഠന്മാരും പുണ്യ കഅബയെ പ്രദക്ഷിണം ചെയ്തതായും ഹജ്ജ് നിർവഹിച്ചതായും രേഖയുണ്ട്. നിരവധി ചരിത്ര സ്മാരകങ്ങളും ദൃഷ്ടാന്തങ്ങളും നിലകൊള്ളുന്ന വിശുദ്ധ മക്ക ഷരീഫിൻ്റെ മഹത്വം ഖുർആനിലും ഹദീസിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മക്ക പ്രദേശം മനുഷ്യരാരുമല്ല, അള്ളാഹുവാണ് അതിനെ ഹറമായി പ്രഖ്യാപിച്ചത്. അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആർക്കും അവിടെ രക്തം ചീന്താൻ അനുവാദമില്ല. അവിടെയുള്ള വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല. ബുഖാരി മുസ്ലിമിൽ നമുക്കിത് കാണാം. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ ഗ്രഹിക്കാം, മക്ക ഈ പ്രദേശത്തെ ആകാശഭൂമിയെ സൃഷ്ടിച്ച അതേ നാളിൽ തന്നെ അള്ളാഹു പവിത്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്ത്യനാൾ വരെ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പവിത്രമായിരിക്കുന്നതാണ്. ഇവിടെയുള്ള വൃക്ഷങ്ങൾ മുറിക്കാവുന്നതല്ല. മൃഗങ്ങളെ വേട്ട ചെയ്യരുത്. ഇവിടെ നിന്ന് വീട് കിട്ടുന്ന സാധനങ്ങൾ ആരുടേതാണെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലാതെ ഇവിടെ നിന്ന് എടുക്കാവുന്നതല്ല. ഇത് നമുക്ക് ബുഖാരിയിൽ കാണാം. വിശുദ്ധ ഹറം ഷരീഫിൻ്റെ പവിത്രത വ്യക്തമാക്കുന്ന നിരവധി ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഇതുമായി ബന്ധപ്പെടുത്തി നിയമിച്ചിരിക്കുന്നു. അവിടെ വെച്ചുള്ള ഇബാദത്തുകൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തുകളേക്കാൾ ലക്ഷങ്ങൾ പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് സ്വഹീഹായ നിരവധി ഹദീസുകളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മദീനയിലെ എൻ്റെ പള്ളിയിൽ വെച്ചുള്ള ഒരു നിസ്കാരം മറ്റു പള്ളികളിൽ വെച്ച് നിർവഹിക്കുന്ന 1000 നിസ്കാരങ്ങളുടെ മഹത്വമുള്ളതാണ്. മക്ക പള്ളിയിൽ വെച്ചുള്ള നിസ്കാരം എൻ്റെ പള്ളിയിൽ വെച്ചുള്ള 100 നിസ്കാരത്തിൻ്റെ പ്രതിഫലമുള്ളതാണ്. മക്കയുടെ ആദരം പ്രകടമാക്കുന്ന മറ്റൊരു തെളിവാണ് അവിടെ വെച്ച് അതിക്രമ പ്രവർത്തനങ്ങൾ ചിന്തിക്കാൻ പോലും പാടില്ല എന്ന് അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മൻ യുരീദ് ഫീഹി ബിൽ ഹാദി ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. അവിടെ വെച്ച് അക്രമപരമായി വല്ലതും ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ വേദനാജനകമായ ശിക്ഷ ഞാൻ അവനെ അനുഭവിപ്പിക്കുന്നതാണ്. സൂറത്തുൽ ഹജ്ജിൽ 25-ാം ആയത്തിൽ നമുക്കിത് കാണാം. അത്രയും ശ്രേഷ്ഠമായ പുണ്യഭൂമിയാണ് മക്ക ഷരീഫ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അവിടെ എത്താൻ
അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കാനും പരിശുദ്ധ ഉംറ ചെയ്യാനും പരിശുദ്ധ ഹജ്ജ് ചെയ്യാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ.